പക്ഷെ എന്താ കാരണമെന്നറിയില്ല. എന്താണോ സംഭവിക്കരുതെന്ന് ഞാൻ കരുതിയത്, എന്റെ മോൾ എന്താണോ അറിയരുതെന്ന് ഞാൻ കരുതിയത്, അതിനെക്കുറിച്ച് അവളെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് ഞാൻ എന്ത് ഉത്തരം പറയുമെന്ന് അറിയാതെയോ വിഷമിച്ച് ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. വിക്രം എന്ന ആ ദുഷ്ടനെ വിശ്വസിച്ച് ചതിക്കപ്പെട്ട ആ കാലം മുഴുവൻ എനിക്ക് മനോവേദന തന്നെയാ തരുന്നത്. ഒരു പക്ഷെ ഞാൻ അനുഭവിച്ച കഷ്ടം എന്റെ മോൾ അറിഞ്ഞ അവളുടെ മനസ്സിലും ഈ മുറിവ് ആറാതെ കിടക്കും. അവൾക്ക് ഞാൻ ഒരു ദുഃഖവും കൊടുക്കരുതെന്നാ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തില് മുൻപ് നടന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് എന്റെ മോളോട് പറയാത്തത്. അത് ഞാൻ ഒരിക്കലും പറയുകയില്ല. അത് പറയേണ്ടി വരുന്ന ആ സാഹചര്യം എനിക്ക് തരല്ലേ അമ്മ. എന്റെ മോളെ ഞാൻ സന്തോഷത്തോടെ വളർത്തണം. ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ട ശേഷവും ബാക്കിയുള്ള ഈ ജീവിതം ഞാൻ ജീവിക്കുന്നതിന് ഒരേ ഒരു കാരണം എന്റെ മോള് മാത്രമാ. അവളോട് ഞാൻ ഒരു കാര്യവും ഒളിച്ചു വെച്ചിട്ടില്ല. അങ്ങനെയുള്ളവള് ഈ കാര്യത്തെ പറ്റി ചോദിക്കുമ്പോ ഞാൻ എന്താ ഉത്തരം പറയാ? അങ്ങനെ ഒരു സാഹചര്യത്തില് അത് പറഞ്ഞേ തീരൂന്നുള്ള ഒരു സന്ദർഭത്തില് എന്നെ ഒരിക്കലും നിർത്തല്ലേ അമ്മേ. ദയവ് ചെയ്ത് അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം കൊടുക്കല്ലേ അമ്മേ. അവൾക്ക് അവളുടെ അച്ഛനെ കുറിച്ചുള്ള ചിന്തയോ എന്റെ ജീവിതത്തെ കുറിച്ച് അറിയണമെന്നുള്ള തോന്നലോ ഒരു കാരണവശാലും ഉണ്ടാവരുത്. ആ വിക്രമിന്റെ നിഴല് പോലും എന്റെ മോളുടെ ദേഹത്ത് കൊള്ളരുത്. ഈ ജന്മത്തിൽ ഒരിക്കലും അവൻ എന്റെ കണ്ണിന്റെ മുന്നിൽ പോലും വരരുത്. ഇതൊന്നു മാത്രമോ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഒരേ കാര്യം. ഇത് മാത്രം എനിക്ക് വേണ്ടി ചെയ്തു തരണേ. അത്ര മതി എനിക്ക്. എനിക്കൊരമ്മ വേണമെന്നുള്ള തോന്നല് വരുന്നുണ്ട് അച്ഛാ. ദേവി, ഞാനിവിടെ വരുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്റെ മോന് വേണ്ടി മാത്രമാ. നിനക്കതറിയാലോ, എന്റെ മോനാണ് എന്റെ ലോകം. ഞങ്ങളുടേതായിട്ടുള്ള ഒരു കൊച്ചു ലോകത്തില് എനിക്ക് അവനും ഞാനുമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോ ആ ലോകത്തിനുള്ളിലേക്ക് അവൻ അമ്മയായിട്ട്, എനിക്കൊരു ഭാര്യയായിട്ട് മറ്റൊരാളെ കൊണ്ടുവരണമെന്നാ അവൻ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ പറ്റും? ഞാൻ എന്ത് പറഞ്ഞാ അവനൊന്ന് സമാധാനിപ്പിക്കുക? നേരത്തെ എന്റെ ജീവിതത്തിൽ വിജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി കാരണം ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചത്. വിവാഹ ജീവിതം തന്നെ അവള് കാരണമാണ് ഞാൻ വെറുത്തത്. അങ്ങനെയുള്ളപ്പോ എന്റെ മോൻ എന്റെ അടുത്ത് വന്ന് അച്ഛൻ വേറൊരു കല്യാണം കഴിക്കണമെന്ന് കൂടി പറഞ്ഞു കേൾക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവനോടതിന് എനിക്ക് പറ്റില്ല എന്നുള്ള മറുപടി അല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇത്രയും കാലം അവൻ ഒരു കാരണവശാലും ഞാനല്ലാതെ അമ്മയുടെ ഓർമ്മ പോലും വരരുതെന്ന് കരുതി വളരെ കോൺഷ്യസ് ആയിട്ടിരുന്നതാ. എന്നാൽ പെട്ടെന്ന് അവന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിചാരം വന്നതെന്ന് എനിക്കറിയില്ല. അവൻ അച്ഛനായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും ഞാനുണ്ടെന്നുള്ള വിശ്വാസത്തോടെയാ ഇത്രയും കാലം ജീവിച്ചത്. എന്റെ ആ വിശ്വാസവും ധൈര്യവും നീ കളയരുത്.
എന്റെ ജീവിതത്തിൽ ഇനിയുള്ള ബാക്കി കാലം എന്റെ കവിൻമോന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് അവൻ മാത്രം മതി. അവന്റെ ഉള്ളില് ഞാൻ മാത്രം മതി എന്നുള്ള വിചാരം ഉണ്ടായാൽ മതി. അവന്റെ ഉള്ളില് അമ്മയെന്നുള്ളൊരു ചിന്ത പോലും വരാൻ പാടില്ല. ഇപ്പോഴെന്നല്ല, ഒരു കാലത്തും ഉണ്ടാവരുത്. ഈ ജന്മത്തിന് ഞാൻ അവളെ നേരിട്ട് കാണരുതെന്ന് വിചാരിക്കുന്നവനാ.